യുവാവിനെ കത്രിക കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചു. കുന്നത്തുപറമ്പ് യാക്കൂബിനാണ് പരിക്കേറ്റത്. പരിക്കേറ്റയാളെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കനക ഗോൾഡൻ ഡയമണ്ട്സ്, ഏഴൂർ റോഡ്, തിരൂർ. കനക ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തനത്താണി. തിരൂർ യുവാവിനെ കത്രിക കൊണ്ട് കഴുത്തിനും തോളിനും കുത്തി പരിക്കേൽപ്പിച്ചതായി പരാതി. പരിക്കേറ്റ കുന്നത്തുപറമ്പിൽ യാക്കൂബിനെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചൊവ്വാഴ്ച രാത്രി പഴങ്കുളങ്ങര ഓട്ടോ വർക്ക്ഷോപ്പിന് സമീപമാണ് സംഭവം. വ്യക്തിവൈരാഗ്യം മൂലമുണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് മർദ്ദിക്കുകയും കത്രിക കൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തെന്നാണ് പരാതി. ഞാൻ രാവിലെ വണ്ടി വർക്ക്ഷോപ്പിൽ നിർത്തിയതായിരുന്നു. ആ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേരം ഞാൻ മരുവിന് ശേഷം വണ്ടി എടുക്കാൻ വേണ്ടി പോയി വണ്ടി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ 3-4 ആൾ വന്നുകൊണ്ട് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു. അതിലൊരുത്തം വന്നുകൊണ്ട് എന്നോട് പറഞ്ഞ് അവൻ്റെ ജാഷൻക്ക് എന്താ ആക്സിഡൻ്റ് ആയിക്കണ, അവൻ മരിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞിരിക്കണമെന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവനായിട്ട് പ്രകോപിതനാവുന്നു. ഞാൻ അവനോട് പറഞ്ഞ് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, ആരോടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു ചെയ്ത് അതിൽ എൻ്റെ ഉമ്മാനിപ്പാനി വിളിച്ച് അത് വിളിച്ചിട്ട് ഞാൻ ദേഷ്യപ്പെട്ട് കണ്ട് അവരുടെ അടുത്തേക്ക് ചെന്ന് ചെല്ലല്ല അവരെല്ലാവരും കൂടെ വളഞ്ഞിട്ട് എന്നെ ആക്രമിച്ചു. അതിൽ ഇവനെ എന്നെ എന്തായിട്ടാണ് കുത്തിയിരിക്കണം, അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ അവിടെ വീണതിന് ശേഷം കൈ തൊട്ട് നോക്കിയപ്പോഴാണ് എൻ്റെ കൈയിൻ്റെ ഇവിടെ നിന്ന് ചോര വരണത് കണ്ടത്. അതിലേക്ക് മനസ്സിലായത് പേരിനായിട്ട് എന്തായിട്ടാണ് കുത്തിയിരിക്കണമെന്നുള്ളത്. 7 കുത്തിന്നെ കുത്തിയിരിക്കണമെന്ന് പറഞ്ഞത്. പക്ഷേ ബാക്കിയുള്ള കുത്തൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഇവിടെ ഡോക്ടർ വന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് 7 കുത്തുണ്ടെന്ന് പറഞ്ഞത്. അവരുടെ കയ്യിലെന്തോ മാരകായുധമുണ്ട്, അതായിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. അവർ 4-5 പേരുണ്ട്. ഇവന് ചെയ്ത ആളിൻ്റെ അവിടെ പ്രദേശം കല്ലിങ്ങനുള്ള ആൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. തിരൂർ പോലീസ് 2 പേരെയും കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ. പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ്. കനക ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തനത്താണി. മാറുന്ന ലോകം, മാറ്റത്തിനൊപ്പം.